പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NS+2 SSLC ഡാറ്റ എൻട്രി ഓപ്പറേഷന്, അതേപോലെ തന്നെ ബേസിക് കമ്പ്യൂട്ടിങ്, കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ, ഇത്രയും വിഷയങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം എങ്ങനെയായിരിക്കും, എക്സാമിന് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമുക്ക് +2 ഡാറ്റ എൻട്രി ഓപ്പറേഷന്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ, അതേപോലെ തന്നെ ഡാറ്റ എൻട്രി വൊക്കേഷണൽ 632 കോഡ്, ഇങ്ങനെയുള്ള +2 നമുക്ക് വരുന്ന മാർക്ക്. +2 കാര്യമാണ് ആദ്യം പറയുന്നത്. സാധാ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ 336 ആണെങ്കിൽ 60 മാർക്കാണ് പ്രാക്ടിക്കൽ വരുന്നത്. വൊക്കേഷണൽ അല്ലാത്ത ഡാറ്റ എൻട്രിക്ക് 60 മാർക്കാണ് പ്രാക്ടിക്കൽ വരുന്നത്. ഈ പ്രാക്ടിക്കലിൽ നമുക്ക് റെക്കോർഡ് എഴുതണം. അതേപോലെ തന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിന്റ്. ഇത് നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ്. മൈക്രോസോഫ്റ്റ് വേർഡിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് അതേപോലെ തന്നെ അത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ബോൾഡ് ആക്കുക, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, ഇങ്ങനെയുള്ള ഹോം ബട്ടണിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട് മൈക്രോസോഫ്റ്റ് വേർഡിൽ. അല്ലെങ്കിൽ ഒരു ബയോഡാറ്റ ടൈപ്പ് ചെയ്തിട്ടുണ്ടാകും, നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തരും. അത് ഇത്ര സൈസിൽ ടൈപ്പ് ചെയ്യാൻ പറയും. എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിലും നമ്മൾ ആദ്യം ഫുള്ള് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നില്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+A അടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് സെലക്ട് ചെയ്യും. എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈസ് നമുക്ക് സെലക്ട് ചെയ്തതിൻ്റെ സൈസ് എത്ര വേണമെങ്കിൽ സൈസ് മാറ്റാം. ഏതെങ്കിലും ഭാഗം ബോൾഡാക്കി അണ്ടർലൈൻ ചെയ്യാം. അത് ഏതെങ്കിലും ഫോൾഡറിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഫയലിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. അതേപോലെ തന്നെ ലെഫ്റ്റ് അലൈൻമെൻറ്റ് ഇടത് വശത്തേക്ക് മാറ്റണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് മുകളിൽ ഹോം ബട്ടണിൽ കാണാം. അതേപോലെ തന്നെ റൈറ്റ് അലൈൻമെൻറ്റ് വലത് ഭാഗത്തേക്ക് മാറ്റുന്നത്, സെൻട്രൽ അലൈൻമെൻറ്റ് സെൻട്രലിലേക്ക് മാറ്റുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡിൽ വരുന്നത്, ഹോം ബട്ടണിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ഇൻസർട്ടിലാണെങ്കിൽ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും. അതിൽ ഡ്രോ ടേബിൾ ഉണ്ട്, നമുക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിൾ ക്രിയേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പെൻസിൽ അല്ലാത്ത രീതിയിൽ നമുക്ക് എത്ര കോളം വേണം എന്നുള്ളത് നമ്മൾ അവിടെ അടിച്ചു കൊടുക്കുക, നമ്പർ എത്ര റോ വേണം എന്നുള്ളത് നമ്മൾ അടിച്ചു കൊടുത്താൽ അതിനനുസരിച്ച് ടേബിൾ ഓട്ടോമാറ്റിക് വരും. അതേപോലെ തന്നെ എക്സൽ ഫോർമാറ്റുള്ള ടേബിൾ. പിന്നെ നമുക്കതിൽ സാധ്യത ഉള്ളത് മെയിൽ മെർജാണ്. ഓക്കെ, മൂന്നാമത്തെ സാധ്യത വേർഡിൽ മെയിൽ മെർജാണ്. ഏറ്റവും കൂടുതൽ സാധ്യത ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു പാരഗ്രാഫോ ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ബയോഡാറ്റ ടൈപ്പ് ചെയ്തിട്ട് അവർ പറയുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഇതേപോലെ കട്ട്, കോപ്പി, പേസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക, സൈസ് മാറ്റുക, അതേപോലെ ഫോൾഡറിലേക്ക് സേവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ, സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, സേവ് ആസ് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ വരുന്നുണ്ട്. പുതുതായിട്ട് നമ്മൾ സേവ് ചെയ്യുമ്പോൾ സേവ് ആസ് വരുന്നുണ്ട് അതിൽ. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് എക്സലിൽ വരുന്നതാണ്. എക്സലിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്, നമുക്ക് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കുകൾ തന്ന, അല്ലെങ്കിൽ ഒരു കമ്പനിയിലുള്ള ആളുകളുടെ സാലറി, ബോണസ്, കമ്മീഷന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തരാം. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളുടെ വിവിധ വിഷയങ്ങളുടെ മാർക്കുകൾ തന്നിട്ട് സമ്മ് കാണാൻ, എങ്ങനെയാണ് ടോട്ടൽ കാണുക, എങ്ങനെയാണ് ആവറേജ് കാണുക, മാക്സിമം ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനാണ്, മിനിമം ഏറ്റവും കുറവ് ഏതാണ്, അത് കൗണ്ട് എത്ര എണ്ണം ഉണ്ട്, പേഴ്സൻറ്റേജ്, ഇതൊക്കെ കാണാനുള്ളതാണ്. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യണം, എക്സൽ എന്ന് പറയുന്നത് ഒരു ഷീറ്റ് മോഡലാണ്, കോളംസും റോസും ഒക്കെ അടങ്ങിയതാണ്. അതിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇവിടെയും നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന, സമ്മ് കാണാൻ പ്രത്യേക ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലൊരു ഓപ്ഷൻ കാണും. ഓക്കെ, ഫോർമുല എന്നുള്ള കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ എക്സൽ ഓപ്പൺ ചെയ്ത ഫോർമുല എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ ഫോർമുലയിൽ സമ്മ്, ആവറേജ്, മാക്സിമം, മിനിമം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷന് പഠിച്ചു ചെയ്യാം. പിന്നെ ഇതിൽ വരുന്നത്, ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ചാർട്ട്, പൈ ചാർട്ടോ ബാർ ചാർട്ടോ ഏതെങ്കിലും ഡയഗ്രാംസോ ഗ്രാഫോ വരയ്ക്കാനുള്ള ആ രീതിയിലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. എക്സലിൽ നമ്മൾ ഇങ്ങനെ ക്ലാസ്സിൽ കുട്ടികൾ തന്നിട്ട് മാർക്കിൻ്റെ സമ്മ്, ആവറേജ്, മാക്സിമം, മിനിമം ഇങ്ങനെയുള്ള ചോദിക്കാം.
പിന്നെ പവർ പോയിന്റിൽ ചോദിക്കാൻ സാധ്യത സ്ലൈഡ് ക്രിയേഷൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. ഈ രീതിയിലുള്ള 3 ക്വസ്റ്റ്യൻ തന്നിട്ട് ഏതെങ്കിലും 2 അറ്റൻഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ പോയ വർഷങ്ങൾ അനുഭവം വെച്ച് കഴിഞ്ഞാൽ 336 ഡാറ്റ എൻട്രിയിൽ 631 കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ, അതിന് 70 മാർക്കാട്ടോ. പ്ലസ് ടുവിൻ്റെ 631 കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷന് 70 മാർക്കാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള 3 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ ഇഷ്ടമുള്ള 2 എഴുതാൻ വരും. പിന്നെ 632 ഡാറ്റ എൻട്രി ഓപ്പറേഷൻ, അതിൽ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അധികം സാധ്യത ഉള്ളത് ഡാറ്റാ ബേസ് എന്നൊരു ക്വസ്റ്റ്യൻസ് സാധ്യത ഉണ്ട്. ഡാറ്റാ ബേസിൻ്റെ ചാപ്റ്റർ നന്നായിട്ട് നോക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ വേർഡ്, എക്സൽ, പവർ പോയിന്റ് നന്നായി നോക്കുക. പിന്നെ നമുക്ക് എക്സ്ട്രാ 632 ചോദിക്കാൻ സാധ്യതയുള്ള ഡാറ്റാ ബേസ് കാര്യങ്ങളുണ്ടാവും, അത് നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 632നും 631നും നമുക്ക് 70 മാർക്കാണ് പ്രാക്ടിക്കൽ. 336 നമുക്ക് എന്താണ് 60 മാർക്കാണ്. പിന്നെ ഇതിൽ റെക്കോർഡ് മസ്റ്റ് ആയിട്ടുള്ളത് 632നും അതേപോലെ തന്നെ 336 റെക്കോർഡ് മസ്റ്റാണ്. 631 നമ്മൾ സെൻട്രലിൽ അന്വേഷിച്ച് അവർ വേണം എന്ന് പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, റെക്കോർഡ് എഴുതിയാൽ മതി എന്നുള്ളതാണ്. ഇത്രയാണ് പ്ലസ് ടുവിൻ്റെ കാര്യം. SSLC നമുക്ക് 336 ഡാറ്റ എൻട്രി പറഞ്ഞത് പ്ലസ് ടുവിൻ്റെ അതേ രീതി തന്നെയാണ്. എക്സൽ, വേർഡ്, പവർ പോയിന്റ് ഇത് നന്നായിട്ട് നോക്കുക. 60 മാർക്കാണ്. പിന്നെ ബേസിക് കമ്പ്യൂട്ടിങ് നമുക്ക് 70 മാർക്ക് പ്രാക്ടിക്കലാണ്. ഓക്കെ, അത് നമ്മുടെ സെൻറ്ററിൽ നിന്ന് പ്രാക്ടിക്കൽ സെൻറ്ററിൽ നിന്ന് റെക്കോർഡ് അവർ നിർബന്ധം പറയുകയാണെങ്കിൽ മാത്രം റെക്കോർഡ് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് അറ്റൻഡ് ചെയ്താൽ മതി. നമ്മൾ ഏതൊരു വിഷയത്തിൻ്റെ റെക്കോർഡ് എഴുതുന്നത് പ്രാക്ടിക്കൽ സെൻറ്ററിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടായിരിക്കും. 70 മാർക്ക് പ്രാക്ടിക്കൽ, ഇതേപോലെ വേർഡ്, എക്സൽ, പവർ പോയിന്റ് എല്ലാം വരും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് PCP ക്ലാസ്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും. ഓക്കെ, അവിടുന്ന് ട്രെയിനിങ് തന്നെ അവിടുന്ന് പഠിപ്പിച്ച അതേ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. ഇനി അതെല്ലാം ഇത് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ എക്സാമിന് കുറച്ച് നേരത്തെ എക്സാം ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വീഡിയോസ് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന വീഡിയോ കിട്ടും. മൈക്രോസോഫ്റ്റ് വേർഡിൽ ഒരു പാരഗ്രാഫ് തന്നിട്ട് എങ്ങനെ കട്ട്, കോപ്പി, പേസ്റ്റ്, MS വേർഡ് ഹോം ബട്ടണും ഇൻസെർട്ട് ബട്ടണും യൂട്യൂബിൽ അടിച്ചു നോക്കുക. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ ഫുള്ള് നോക്കുക. അതേപോലെ തന്നെ എക്സലിൽ കാൽക്കുലേഷൻ്റെ വീഡിയോസ് ഓപ്പൺ ആക്കുക. സമ്മ്, ആവറേജ്, മാക്സിമം, മിനിമം, കൗണ്ട്, അതിൻ്റെ വീഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പവർ പോയിൻ്റിൽ സ്ലൈഡ് ക്രിയേഷന്, അതേപോലെ തന്നെ ഡാറ്റാ ബേസ്, ഇതൊക്കെ നമുക്ക് വീഡിയോ യൂട്യൂബിൽ അടിച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് കറക്റ്റായിട്ട് ലഭിക്കും. അത് നോക്കി 1-2 പ്രാവശ്യം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.